നീ തന്നെ അത് ധനുഷിന്റെ കയ്യിലേക്ക് കൊടുത്തേക്ക്. അച്ഛൻ തന്നെ കൊടുത്താൽ മതി. ഈ വീട്ടിലെ ഏറ്റവും ഐശ്വര്യമുള്ള കൈ നിന്റേതാ. നീ തന്നെ കൊടുത്തേക്ക്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് നീ അതങ്ങ് വാങ്ങിക്കും. ഇനി തുറന്നു നോക്ക്. ഇനി ഞാൻ എല്ലാവരോടും കാര്യം പറയാം. ധനുഷിനെ നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് നിയമിച്ചുകൊണ്ടുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്ററാണിത്. ഈ തീരുമാനം ആയതുകൊണ്ടാണല്ലേ അച്ഛനിത് രഹസ്യമാക്കി വെച്ചത്? കമ്പനിയിലെ കാര്യങ്ങൾ നോക്കുന്നത് ഞങ്ങളല്ലേ. ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളോടൊന്നും പറയായിരുന്നു. എല്ലാവർക്കും ഇത് തന്നെയാണോ അഭിപ്രായം? ഞാൻ അച്ഛൻ്റെ തീരുമാനത്തോട് യോജിക്കുന്നു. അച്ഛൻ്റെ തീരുമാനത്തോട് ആർക്കും ഒരു എതിർപ്പുമില്ല. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വിഡ്ഢികളാക്കുന്ന പോലെ ആയിപ്പോയില്ലേ? മരുമകനെ കുടുംബത്ത് കയറ്റി താമസിപ്പിച്ചത് മനസ്സിലാക്കാം. പക്ഷേ ഇത്രയും പ്രധാനപ്പെട്ട പോസ്റ്റിൽ വയ്ക്കുന്നതിന് മുമ്പ് അച്ഛൻ ഞങ്ങളോടൊന്നും സംസാരിക്കാതിരുന്നത് ശരിയായില്ല. അതുതന്നെ എൻ്റെ അഭിപ്രായം. ഇവരോടുകൂടി ഒന്ന് ചോദിച്ചിട്ട് അച്ഛനൊരു തീരുമാനം എടുക്കായിരുന്നു. അച്ഛനെടുത്ത തീരുമാനം തന്നെയാ ശരി. ധനുഷ് അന്യനൊന്നും അല്ലല്ലോ, സ്നേഹയുടെ ഭർത്താവല്ലേ. ഇങ്ങോട്ട് ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ആ, അച്ഛൻ ചോദിച്ചത് കൊണ്ടാ ഞാൻ പറഞ്ഞത്. നീ എൻ്റെ ഭാര്യ. അഭിപ്രായങ്ങൾ പറയുന്നതിന് മുമ്പ് എന്നോട് ആലോചിക്കണം, മനസ്സിലായോ? എന്തിന്? എല്ലാ കാര്യത്തിലും ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ അഭിപ്രായം തന്നെ വേണോന്ന് ഒരു നിർബന്ധമില്ലല്ലോ. എന്റെ അഭിപ്രായം ഇതാണ്. ഞാനതിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. നീ എന്തിനാ അവളെ ഭീഷണിപ്പെടുത്തുന്നത്? ഭാര്യയാണെന്ന് കരുതി അവൾ നിന്റെ അടിമയല്ല. അവളുടെ അഭിപ്രായം പറയാനുള്ള അവകാശം അവൾക്കുണ്ട്. ഈ വീട്ടിലെല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവസാന തീരുമാനം എന്റേതായിരിക്കുമെന്ന് മാത്രം. ഞങ്ങൾ ആരുടെയും അവകാശങ്ങളും അധികാരങ്ങളും കവർന്നെടുക്കാൻ വന്നതല്ല. ജോലി ഞങ്ങളൊട്ട് ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇപ്പോഴാണ് ഞങ്ങളെന്ന് അറിയുന്നത് തന്നെ. അതിന്റെ പേരിൽ ഇവിടെ ഒരു തർക്കം ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് സഹിക്കില്ല. അച്ഛാ, ധനുഷ് വേറെന്തെങ്കിലും ജോലി നോക്കിക്കോളും. ഇവിടെ ഉള്ളവർക്ക് എതിർപ്പാണെങ്കിൽ ഈ ജോലി ധനുഷിന് വേണ്ട. അത് നീയല്ല തീരുമാനിക്കുന്നത്, ഞാനാ. എന്റെ 3 ആൺമക്കളും എന്റെ ഒപ്പം നിന്നാ ഈ ബിസിനസ് വളർത്തിയത്. ഞാൻ തുടങ്ങി വെച്ചതിനെ നിങ്ങൾ ഒരുപാട് മുന്നിലേക്ക് കൊണ്ടുപോയി 10 മടങ്ങായി വർദ്ധിപ്പിച്ചു. നിങ്ങൾ 3 പേരും നമ്മുടെ ബിസിനസിന്റെ 3 നെടും തൂണുകളാണ്. അതിന്റെ 4ാമത്തെ തൂണായിട്ടാ ഇപ്പൊ ധനുഷിനെ ഞാൻ കമ്പനിയിൽ നിയമിക്കുന്നത്. മക്കളും മരുമകനും എനിക്കൊരുപോലെയാ. ധനുഷ് എന്റെ മരുമകനാ. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാ എന്റെ ഈ തീരുമാനം. കമ്പനിയുടെ MDയും ചെയർമാനും എന്ന നിലയിൽ ഞാനെടുത്ത തീരുമാനമാണിത്. ഇതെന്റെ മകൾക്ക് വേണ്ടിയാ. അവരുടെ ജീവിതം സുരക്ഷിതമാക്കേണ്ടത് എന്റെ കടമയാണ്. നിങ്ങൾക്കറിയാമോ, തുച്ഛമായ വരുമാനത്തിനു വേണ്ടി ഒരു കോഫി ഷോപ്പ് സുഹൃത്തുമായി ചേർന്ന് തുടങ്ങാൻ തീരുമാനിച്ചവനാ ധനുഷ്. എന്തിനു വേണ്ടിയാണത്? അവന്റെ ഭാര്യയെ പോറ്റാൻ വേണ്ടി. അവന്റെ ആ ആറ്റിറ്റ്യൂഡിനെയാണ് ഞാൻ അംഗീകരിച്ചത്. അതുമാത്രമല്ല, എന്റെ മരുമകൻ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും അത് നാണക്കേടാണ്. സർ, എനിക്ക് വേണ്ടി ഇതുവരെ നീ ഞങ്ങളോട് ചെയ്ത തെറ്റുകളെല്ലാം തിരുത്തേണ്ടത് ഈ ജോലി സ്വീകരിച്ചുകൊണ്ടാണ്. ഈ കുടുംബത്തോടുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയും തെളിയിക്കാൻ നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമാണിത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം.
എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അതുണ്ടാവില്ല. സാറ് പറഞ്ഞതുപോലെ 100% ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടുകൂടിയും ഞാൻ ജോലി ചെയ്യും. സാർ ഇപ്പൊ എന്നോട് കാണിച്ച ഈ ദയയും വിശ്വാസതയും ഞാൻ ഒരിക്കലും മറക്കില്ല. നാളെ തന്നെ നീ കമ്പനിയിൽ ജോയിൻ ചെയ്യണം. കമ്പനിയിൽ ധനുഷിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. എല്ലാ തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ അഭിപ്രായം ചോദിക്കുന്നതിൽ എന്തർത്ഥം ഇപ്പോൾ ഉള്ളത്? ഇനി ഇതിനെക്കുറിച്ചൊരു ചർച്ചയില്ല. ഈ തീരുമാനം നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. എല്ലാവരും അത് ഓർത്താൽ നല്ലത്. നന്ദേട്ടാ, നന്ദേട്ടാ, നീ എന്ത് നോക്കി നിൽക്കുവാ? വാ ഇങ്ങോട്ട്. ധനുഷ്, ഇനി ഒന്നും ആലോചിക്കാനില്ല. അച്ഛന്റെ തീരുമാനമായത്. നാളെ തന്നെ ജോയിൻ ചെയ്യണം. എനിക്കറിയാം, ഈ നന്മയ്ക്കെല്ലാം കാരണം അർച്ചനയാണ്. താങ്ക്സ്. ഇത് ആരുടെയും ദാനമൊന്നുമല്ല. സ്നേഹിക്കും ധനുഷിനും അവകാശപ്പെട്ടത് തന്നെയാ. നന്ദേട്ടന്റെയും സന്ദീപിന്റെയും അഭിപ്രായ വ്യത്യാസമൊന്നും ഇപ്പൊ കാര്യമാക്കണ്ട. അതൊക്കെ മാറിക്കോളും. ആഹാ, താൻ ആള് കൊള്ളാലോ. അത് സച്ചേട്ടന് ഇപ്പോഴാണോ മനസ്സിലായേ? അല്ല, ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴല്ലേ വ്യക്തമായിട്ട് വരുന്നേ. രഹസ്യം സൂക്ഷിക്കാൻ താൻ ഇത്രയ്ക്ക് മിടിക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരിക്കും എന്നെ ഞെട്ടിച്ചോളഞ്ഞു. എന്ത് രഹസ്യം? ആ, ദേ മോളെ, വെളച്ചിലെടുക്കല്ലേ. ഇതിനപ്പുറം ചാടിക്കിടന്നവനായി ഞാൻ. ദേ സച്ചേട്ടാ, എനിക്ക് ദേഷ്യം വരും കേട്ടോ. സച്ചേട്ടന് അറിയാത്ത എന്ത് രഹസ്യം എനിക്ക്? ദേ പിന്നെയും വിളച്ചില്. എന്ത് വിളച്ചില്? എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ. പറഞ്ഞേ, എന്താ വിളച്ചില്? എന്നോട് കളിക്കരുത് കേട്ടോ. സച്ചേട്ടാ, ഞാൻ പഠിപ്പിക്കും. സച്ചേട്ടാ, ചേച്ചി, സച്ചേട്ടാ. അത് സച്ചേട്ടൻ. ഏയ്, ഞാനൊന്നും കണ്ടില്ല. കണ്ടില്ലെന്ന്. എന്താ മോളെ? അത് പിന്നെ സന്ദീപ് കഴിഞ്ഞ ദിവസം അവൾക്ക് കുറച്ച് ഉടുപ്പുകൾ വാങ്ങിച്ചപ്പോ മോൾ കൂടി വാങ്ങിച്ചായിരുന്നു. ഞാനത് തരാനായിട്ട് വന്നതാ. അപ്പോഴല്ലേ ഇവിടെ ഗുസ്തി. എന്ത് ഗുസ്തി? നീ അതിങ്ങനെ തന്നിട്ട് പോയേ. ഞാനിത് മോളെ ഒന്ന് ഇടിപ്പിച്ച് നോക്കട്ടെ. അതിനവള് ഉറങ്ങുക. ഉണർന്നിട്ട് ഞാൻ ഇട്ട് നോക്കിയോളാം. ഈ സച്ചിന്റെ ഒരു കാര്യം, കഥകം തുറന്നിട്ടിട്ട് ഞാനങ്ങനെ ഒന്ന് ഉരുക്കിപ്പോയി. അവൾ ഇത് ചെന്ന് അനഘയോടൊക്കെ പറയും. അവരൊക്കെ എന്നെ കളിയാക്കും. ഏയ്, ഞാനാരോടും പറയില്ല കേട്ടോ. ഇടി, പെണ്ണിന്റെ ഒരു കാര്യം. ഇനി പറ, ഞാൻ എന്ത് രഹസ്യം സൂക്ഷിച്ചു എന്നാ പറഞ്ഞേ? കമ്പനിയിൽ ധനുഷിനെ നിയമിക്കുന്ന കാര്യം തനിക്ക് നേരത്തെ അറിയായിരുന്നല്ലേ? ആ, എനിക്കറിയാം അച്ഛൻ തന്നോട് പറയാതെ ഒരു തീരുമാനം എടുക്കില്ലെന്ന്. എന്നാലും തനിക്ക് എന്നോടൊന്ന് സൂചിപ്പിക്കായിരുന്നു. എന്റെ പൊന്നു സച്ചേട്ടാ, അച്ഛനൊരു 10 മിനിറ്റ് മുമ്പ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്റെ കൈ തന്നിട്ട് അത് റൂമിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞപ്പോഴാ ഞാനും ഈ വിവരം അറിയുന്നത്. പിന്നെ ഞാൻ പറയാതിരുന്നത് അത് അച്ഛൻ തന്നെ പറയട്ടെ എന്ന് കരുതിയിട്ടാ.
അല്ലാതെ എനിക്ക് എന്റെ സച്ചേട്ടന്റെ അടുത്തുനിന്ന് എന്ത് രഹസ്യം സൂക്ഷിക്കാനാ? എനിക്കതിൽ വിരോധമൊന്നുമില്ലടോ. പക്ഷേ നന്ദേട്ടനും സന്ദീപും കമ്പനിയിൽ അവർക്ക് ധനുഷ് ചിലപ്പോൾ ഒരു പ്രശ്നമാവും. എന്ത് പ്രശ്നമാവാനാ? നമ്മുടെ കമ്പനി, ധനുഷ് നെല്ലിശ്ശേരിയിലെ മരുമകൻ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഒരുമിച്ച് പോകേണ്ടവർ തന്നെയല്ലേ? താൻ പറയുന്ന പോലെ അത്ര ഈസി അല്ല കാര്യങ്ങൾ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ കാര്യങ്ങളും ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് നന്ദേട്ടൻ മാത്രമാണ്. ആ അധികാരം അച്ഛനടുത്ത് ധനുഷിന് കൊടുത്തിരിക്കുന്നത്, അതും നന്ദേട്ടനോട് ചോദിക്കാതെ. ഇനി പല തീരുമാനങ്ങളും എടുക്കുമ്പോൾ നന്ദേട്ടൻ ധനുഷിന്റെ അഭിപ്രായം ചോദിക്കേണ്ടി വരും. നന്ദേട്ടൻ ധനുഷിന്റെ മുമ്പിൽ പോയി നിൽക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ വന്നാ നന്ദേട്ടൻ ആ ഓഫീസ് വിട്ട് ഇറങ്ങിപ്പോരും. എനിക്ക് ശരിക്കും നല്ല പേടിയുണ്ട്. അച്ഛൻ്റെ ഈ എടുത്തുചാടിയുള്ള തീരുമാനം കാരണം ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. ചിലപ്പോൾ അത് ഈ നെല്ലിശ്ശേരിയുടെ അടിത്തറ തന്നെ ഇളക്കിക്കളയും. യഥാർത്ഥത്തിൽ അർച്ചന പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. സ്നേഹയുടെ കാര്യത്തിൽ അവൾക്ക് വലിയ കരുതലുണ്ട്. പലപ്പോഴും ഒരമ്മയുടെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയ അർച്ചന നിന്റെ കാര്യം സംസാരിക്കുന്നു. ചിക്കൻ ബോക്സ് പിടിച്ച് നീ കിടന്നപ്പോൾ അർച്ചന നിന്നെ നോക്കിയത് കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അർച്ചനേട്ടത്തി ആരാണെന്നും ആ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്നും ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാ അച്ഛാ. എൻ്റെ കാര്യത്തിൽ അർച്ചന ഇത്രയും വലിയൊരു റിസ്ക് എടുക്കുമെന്ന് ഞാനും കരുതിയില്ല. ധനുഷിപ്പോ പഴയതുപോലെയല്ല, വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് എന്നോട് പറഞ്ഞത് അർച്ചനയാ. അർച്ചന ഒരു കാര്യം മനസ്സിലാക്കിയാൽ അതിൽ പിന്നെ തെറ്റ് പറ്റില്ല. ഇത്രയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോഴും അർച്ചനേട്ടത്തി ഞങ്ങളെങ്ങനെ ചേർത്ത് പിടിക്കുന്നില്ലേ? അതിനെത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്കെൻ്റെ അമ്മയെ പോലെ അർച്ചനേട്ടത്തി. അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. കിളവനെ മുന്നിൽ നിർത്തി അവളായി ഇതെല്ലാം ചെയ്തത്. എന്നിട്ടൊന്നും അറിയാത്ത ഭാവത്തിൽ മാറി നിൽക്കുന്നു. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്, നെല്ലിശ്ശേരിയിലെ മരുമകന്റെ സ്ഥാനം. ധനുഷ് എന്നെക്കാളും വളരെ ഉയരത്തിലെത്തിക്കഴിഞ്ഞു. ഇത് അനുവദിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അവനെ തകർത്തേ പറ്റൂ. സർ, എന്നോട് ക്ഷമിക്കണം. ഞങ്ങളെ അനുഗ്രഹിക്കണം. നിങ്ങൾ നന്ദി പറയേണ്ടതും അനുഗ്രഹം വാങ്ങേണ്ടതും അർച്ചനയോടാണ്. അവളുടെ സ്നേഹവും കരുതലുമാണ് ഇതിനെല്ലാം കാരണം. അവൾ തന്ന ധൈര്യമില്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമായിരുന്നില്ല. എല്ലാം നന്നായി വരും. പിന്നെ പഴയ ഓർമ്മയിലാണെങ്കിലും ഇപ്പം ഈ സാറെന്നുള്ള വിളി നമ്മൾ തമ്മിൽ ഒരുപാട് അകൽച്ച ഫീൽ ചെയ്യുന്നു. ഇനി മുതൽ മോൻ എന്നെ അച്ഛാന്ന് വിളിച്ചാൽ മതി. ശരി അച്ഛാ. നിങ്ങളിരിക്കെ, ഞാനിപ്പോൾ വരാം. ഏട്ടത്തി, ഏയ്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അച്ഛന്റെ അനുഗ്രഹം വാങ്ങിയല്ലോ, അത് മതി. ഏട്ടത്തി നിങ്ങൾക്കിപ്പോ അമ്മയ്ക്ക് തുല്യമാ. എൻ്റെ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിലെല്ലാം അമ്മയെപ്പോലെ കൂടെ നിന്നതും കൈ പിടിച്ചതും എല്ലാം ഏട്ടത്തിയാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രണ്ടാം ജന്മോ. കുറച്ചു മുൻപ് അച്ഛൻ പറഞ്ഞില്ലേ,
നെല്ലിശ്ശേരിയിലെ മരുമകനായിട്ട് എന്നെ അച്ഛൻ അംഗീകരിക്കുന്നു. അതിനേക്കാൾ വലുതായി എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നുമില്ല. ഇതിനെല്ലാം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് അർച്ചനയോടാ. എന്തിനാ കടപ്പാട്? അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്തേ? സ്നേഹയെ വിവാഹം കഴിച്ചതോടെ ധനുഷ് നെല്ലിശ്ശേരിയിലെ മരുമകനായി. ആരൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇനി നിങ്ങൾ ഒരുമിച്ചാ ജീവിക്കണ്ടേ. സ്വന്തം മകളുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ആശങ്കകളുണ്ട് അച്ഛന്. ഇവള് നന്നായി ജീവിക്കുന്നത് കണ്ടാൽ മാത്രം മതി. അച്ഛന് സന്തോഷാവും. ഒരിക്കലും സ്നേഹ ധനുഷ് കരയിക്കരുത്. ഒരിക്കലുമില്ല. സ്നേഹ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് അവൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ഇപ്പോഴും നന്ദേട്ടൻ്റെ സന്ദീപിൻ്റെ ഒന്നും പിണക്കം മാറിയിട്ടില്ല. എനിക്കറിയാം. അനിയത്തിയുടെ കല്യാണത്തെക്കുറിച്ച് അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഞാനായിട്ട് അതെല്ലാം തകർത്ത് കളഞ്ഞു. ഇത്രയും ധനുഷ് മനസ്സിലാക്കിയല്ലോ, അത് തന്നെ ധാരാളം. അനിയത്തിയോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, സ്നേഹം കൂടുതലും ഉണ്ടാ അവരിങ്ങനെയൊക്കെ പെരുമാറുന്നത്. 3 ആങ്ങളമാരുടെ ഒറ്റ പെങ്ങളല്ലേ ഇവള്. ഇവളുടെ കല്യാണത്തെക്കുറിച്ച് അവർക്ക് സ്വപ്നങ്ങളില്ലാതിരിക്കോ? അവരുടെ കൈ പിടിച്ചല്ലേ ഇവള് വിവാഹമണ്ഡപത്തിൽ കയറേണ്ടിയിരുന്നേ. ധനുഷ് കാരണം അതെല്ലാം ഇല്ലാതായില്ലേ. ആ സങ്കടം മാറാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് അവർക്ക് ഇവളോട് സ്നേഹമില്ലാന്നൊന്നും അർത്ഥമില്ല.